വാട്ട് ഈസ് ലീൻ PCOS? നമുക്കറിയാം PCOS അല്ലെങ്കിൽ PCOD ഇൻസുലിൻ റെസിസ്റ്റൻസുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു രോഗമാണ്. അത് സാധാരണയായിട്ട് അമിതവണ്ണമുള്ളവരിലാണ് കാണപ്പെടുന്നത്. എന്നാൽ 20% PCOD രോഗികൾ അത്രത്തോളം വണ്ണമുള്ളവരായിരിക്കില്ല. അവർക്ക് നോർമൽ BMI അല്ലെങ്കിൽ മെലിഞ്ഞിരിക്കുന്നവരോ ആയിരിക്കും. അപ്പോൾ അവർക്ക് അൾട്രാസൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ബൈലാറ്ററൽ PCOD മോർഫോളജി, അതായത് ബൾക്കി ആയിട്ടുള്ള ഓവറീസ് കാണാം. അവർക്ക് ഹൈപ്പർ ആൻഡ്രോജനീമിയ, പുരുഷ ഹോർമോൺ കൂടിയതിൻ്റെ ചില സിംറ്റംസ്, നല്ലോണം ആക്നി വരാം, രോമവളർച്ച വരാം, അതുപോലെ ആക്നി, കുരുക്കളും മുഖത്ത് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വരാം, മെൻസ്ട്രൽ ഇറഗുലാരിറ്റി ഒക്കെ ഉണ്ടാവാം. അത്തരക്കാരിൽ സാധാരണയായിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ല വലിയൊരു പങ്ക് വഹിക്കുന്നത്. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും ബേസ് ലൈനായിട്ട്. അവർക്ക് ഓവറി ഡ്രിവൻ ആയിട്ടുള്ള ഹൈപ്പർ ആൻഡ്രോജനീമിയ, പുരുഷ ഹോർമോണിൻ്റെ എക്സസ് ആണ് അതിലൊരു പ്രത്യേക പങ്ക് വഹിക്കുന്നത്. അപ്പോൾ വെയിറ്റ് കുറയാനല്ല ഇത്തരം രോഗികൾ ശ്രമിക്കേണ്ടത്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഓൾറെഡി വെയിറ്റ് കുറവായിരിക്കും. പക്ഷേ അവർക്ക് ഹോർമോണൽ ഇഷ്യൂസും അതോടൊപ്പം തന്നെ ഒവേറിയൻ ഡിസ്ഫങ്ഷനുമാണ് കുറച്ചുകൂടി നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത് അവരിൽ. അതായത് ആൻറ്റി ആൻഡ്രോജനിക് ഡ്രഗ്സ് കൊടുക്കുക, അതോടൊപ്പം തന്നെ ഇപ്പം രോമവളർച്ച കൂടുതലുള്ള സ്പൈനലാക്ടോൺ തുടങ്ങിയ മരുന്നുകൾ കൊടുക്കുക. ഇത്തരം മരുന്നുകളൊക്കെ എടുത്തിട്ട് ഹോർമോണൽ ഇംബാലൻസ് കറക്റ്റ് ആകുന്നതോടുകൂടി തന്നെ അവരുടെ മറ്റ് അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ മാറും. ഇപ്പോൾ ഓവുലേഷൻ അല്ലെങ്കിൽ അണ്ടം വരുന്നത് കറക്റ്റാക്കാനായിട്ട് ലെട്രോസോളൊക്കെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരം ഹോർമോണൽ ഡിസ്റെഗുലേഷൻ ട്രീറ്റ് ചെയ്യുന്ന വഴി ലീൻ PCOS കൃത്യമായിട്ട് മാനേജ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. താങ്ക് യു.